ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ 8:30 ആയി. ഞാൻ താഴെ പോയി വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടു. ഇനി നമുക്ക് ബാഗെല്ലാം വണ്ടി കെട്ടിയിട്ട് ഇവിടെ നിന്ന് രാമേശ്വരത്തോട്ട് പോവാം. ഇവിടെ നിന്ന് ഏകദേശം 5 മണിക്കൂർ എടുക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു 1 മണി 1:30 2 ആ ഗ്യാപ്പിൽ നമ്മളവിടെ എത്തും. ഉറക്കം ശരിയായില്ല. ഉറക്കമാണോ കിടന്നതാണോ ശരിയായില്ല എന്നറിയില്ല. തലവേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് തലവേദന എടുക്കുന്നുണ്ട്. അത് നോക്കാം. എന്നാൽ ശരി, ഞാൻ വണ്ടിയെല്ലാം ലഗേജ് പാക്ക് ചെയ്തിട്ട് വണ്ടി കിട്ടിയിട്ട് ബാക്കി പറയാം. അങ്ങനെ കന്യാകുമാരിയിൽ നിന്ന് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി തിരുനെൽവേലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഏകദേശം 85 കിലോമീറ്റേഴ്സ് ഉണ്ട്. 1 hour 23 minutes ഉള്ളിൽ അവിടെ എത്തും. നോക്കാം എങ്ങനെയൊക്കെ വരും. ഇതുവരെ ഒരു കുഴപ്പങ്ങളും വന്നിട്ടില്ല. അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇത് ക്ലൈമറ്റ്. നമ്മളിപ്പോൾ NH44 പോയിക്കൊണ്ടിരിക്കുക. നല്ല ക്ലൈമറ്റ്, നല്ല സ്ഥലം. ഇഷ്ടപ്പെട്ടു. ഒരു റൈഡിങ്ങിന് പറ്റിയ ഒരു കാലാവസ്ഥയാണ്. NH44 തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വിൻഡ്മിൽ ഫാം കാണാൻ പറ്റുന്നുണ്ട്. കറണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തേക്കുന്നത്. ബട്ട് ഇറ്റ്സ് നൈസ്, കൊള്ളാം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറേ വിൻഡ് ഫാമുകളുണ്ട്. പെട്രോൾ അടിക്കണോ വേണ്ടോ എന്നൊരു ഐഡിയ ഇല്ല. ഫുള്ള് കാണിക്കുന്നില്ല. ഒരു കട്ട കുറവാണ്. നമുക്ക് ഇപ്പം അടിക്കണ്ട. ആദ്യത്തെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അടിക്കാം. അതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു കടയിൽ കിട്ടി. വലുതായിട്ടൊന്നും മേടിച്ചില്ല. ഞാനൊരു 4 വടയും പിന്നെ ഒരു കോഫിയും മേടിച്ചു. 4 വടയും ഒരു കോഫിയും. മഴക്കാറ് വരുന്ന പോലെയുണ്ട്. മഴക്കാറ് വരുന്ന മുമ്പേ ഇവിടെ ഒന്ന് പോകണം. ഒരു വടയും കാപ്പിയും കുടിച്ചിട്ട് പിന്നെയും നമ്മുടെ യാത്ര തുടങ്ങി. മഴക്കാറും ഉണ്ട്, തുള്ളികളും വീഴുന്നുണ്ട്. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ മഴക്കാറ് എത്രയും പെട്ടെന്ന് ആ ഒരു വെളിച്ചമുള്ള സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നേനെ. കാരണം റൈറ്റ് സൈഡിൽ നല്ല കറുത്ത് വരുന്നുണ്ട്. റെയിൻകോട്ടുണ്ട്, ഞാൻ നനയത്തില്ല. പിന്നെ ക്യാമറ മൈക്കെല്ലാം ഊരി തിരിച്ച് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ തുള്ളിയായിട്ട് വരുന്നുണ്ടല്ലോ. രാമേശ്വരം അങ്ങോട്ടുണ്ടാകാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ തുള്ളി ഡ്രോപ്പ് വീഴുന്നുണ്ട്. കുഴപ്പമില്ലാന്നാണ് തോന്നുന്നത്. എനിവേ നോക്കാം.
രാമേശ്വരത്തോട്ട് പോകുമ്പോൾ റെഡ് സാൻഡ് കാണുമെന്ന് പറയത്തില്ല, അത് ഇതാണെന്ന് തോന്നുന്നു. അപ്പുറത്തും ഇപ്പുറത്തും മൊത്തം റെഡ് സാൻഡാണ്. പിന്നെ ഇത് കവുങ്ങാണോ അങ്ങനെ എന്താണ്ട് ഒരു പേരുള്ള ഒരു മരമില്ലേ, അതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇതെന്ത് മരമാണെന്ന് അറിയത്തില്ല എനിക്ക്. ഇനിവേ ഇപ്പോൾ ഇതിൻ്റെ നടുക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയും 9 കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ റൂമിലോട്ടെത്താൻ. അതിനകത്ത് 16 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇത്രയും നേരം കുറേ എന്തുവാ അങ്ങനെ ആൾക്കാർ കുറഞ്ഞുള്ള സ്ഥലങ്ങളിലൂടെയായിരുന്നു പാസ് ചെയ്തത്. ഞാൻ ഇടയ്ക്ക് വെച്ച് പേടിച്ചും പോയി, ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഒരു ഇതുമില്ല, അപ്പുറത്തും ആൾക്കാരില്ല ഇപ്പുറത്തും ആൾക്കാരില്ല. ഇടയ്ക്ക് റോഡിൽ വണ്ടി പോകുന്നതല്ലാതെ ഒരു കുഞ്ഞിനെ പോലും കാണുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് NH-ലോട്ട് കയറിയത്. അതേത് വഴി കൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നതെന്നും ഒരു ഐഡിയയും ഇല്ല. ഇനി എത്ര 15 മിനിറ്റും കൂടെ ഉണ്ട് റൂമിലെത്താൻ. രാമേശ്വരം ഇവിടെ നല്ല ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ ഇന്ന് പോകൽ പറ്റത്തില്ലേ? വഴി തെറ്റി. രാമേശ്വരം 4 കിലോമീറ്റർ. രാമേശ്വരം 64 കണ്ടല്ലേ കാണിച്ചത്. അപ്പോൾ പോകൽ നടക്കുമോ ഇന്ന് ഐഡിയ ഇല്ല. എനിവേ റൂമിലെത്തിയിട്ട് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അങ്ങനെ 5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഹോട്ടൽ റൂമിൽ വന്നു. ലോക്കില്ല. ഓക്കെ. 5 മണിക്കൂർ കഴിഞ്ഞ് റൂമിൽ വന്നു, റെസ്റ്റ് എടുത്തു. ഞാൻ രാമേശ്വരത്ത് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഇവിടുന്ന് ഇനിയും 64 കിലോമീറ്ററും കൂടെ ഉണ്ട്. പറ്റത്തില്ല, മൊത്തവും പോയി. ഞാൻ മൊത്തത്തിൽ ഈ ഫ്യൂസായിട്ടിരിക്കുക. ഒന്ന് ഫ്രഷായിട്ട് വൈകിട്ട് താഴോട്ടൊന്ന് ഇറങ്ങി നിങ്ങൾക്ക് രാമേശ്വരം കാണിച്ചു തരാം. ഞാൻ രാമേശ്വരത്തോട്ട് പോകാൻ എനിക്ക് ഒട്ടും വയ്യ. നാളെ ഇനിയും തഞ്ചാവൂരിലോട്ട് പോകാനുള്ള. അതിവിടുന്ന് ഏകദേശം 3 മണിക്കൂർ എങ്ങാണ്ടുണ്ട് ഇവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ പോണ്ടിച്ചേരി, പിന്നെ വെല്ലൂർ. ഓക്കെ, അതുകൊണ്ട് വേറൊരു ദിവസം നമുക്ക് രാമേശ്വരത്ത് പോവാം. ഇപ്പോൾ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഞാൻ നമുക്ക് റൂം റിവ്യൂ തുടങ്ങാം.
ഓക്കെ, കയറി വരുമ്പോൾ ഇങ്ങനെയാണ്. ഒരു ടി വി ഉണ്ട്, ഇതുണ്ട്, പിന്നെ 2 വെള്ളം ഉണ്ട്, നമുക്ക് സാധനങ്ങൾ വെക്കാൻ. ഇതുണ്ട്, ബെഡ് തണുപ്പിച്ച് വെച്ചേക്കുക, അതുകൊണ്ടൊരാശ്വാസം. പിന്നെ ഒരു കോഫി ഉണ്ടാക്കാൻ ഉള്ള ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ ഓക്കെ, പിന്നെ വാഷ്റൂം നല്ല നീറ്റാണ്. ഹീറ്ററുണ്ട്, ഷവറുണ്ട്, കുഴപ്പമില്ല, നല്ല നീറ്റ് തന്നെയാണ്. യെസ്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് ഫ്രഷായി കിടന്നിട്ട് നമുക്കൊന്ന് വെളിയിൽ പോയി കഴിക്കാം. അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം. താഴെ കുറച്ച് ഞാൻ തിരിച്ചു വരാൻ നേരത്തെ ഒരു ചെറിയ കണ്ടു, ഞാൻ അവിടെ കാണിക്കാം. ആദ്യം നമുക്ക് പോയി കഴിക്കാം, എന്നിട്ട് വൈകിട്ടത്തേക്കും കൂടെ എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്കങ്ങനെ നമുക്കെല്ലാം കാണിച്ചിട്ട് കാണിക്കാം. ഇപ്പം നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് കഴിക്കാൻ പോവാം. അങ്ങനെ വണ്ടി എടുത്തു, നമുക്കിനി കഴിക്കാൻ പോവാം. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇവിടെ അടുത്ത് 800 മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കാണിച്ചു. എനിക്കിനിയും വലുതായിട്ട് അങ്ങോട്ട് റൈഡ് ചെയ്യാനൊരു നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അടുത്ത് എവിടെയെങ്കിലും കഴിച്ചാൽ മതിയെന്ന്. ഇവിടെ പണി നടക്കുക സൈഡിൽ. അപ്പോൾ ശരിക്കും ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചതാണ് രാമേശ്വരത്തോടും കൂടെ പോകാമെന്ന്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ രാമേശ്വരത്ത് സ്റ്റേ പ്ലാൻ ചെയ്തത്. 1 മണിക്കൂറല്ലേ ഉള്ളൂ അത്. പക്ഷേ ഇവിടെ വരെ എത്താൻ 6 മണിക്കൂർ എടുക്കുമെന്നുള്ള കാര്യം ഞാൻ മറന്നേ പോയി. പോയിട്ട് തിരിച്ചു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ നടന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ഞാൻ ഇല്ലാണ്ടായിപ്പോവും. അതെൻ്റെ കൈ സൺബേൺ ആയെന്ന് തോന്നുന്നു കയ്യിൽ. കാരണം കൈ ഒരു പൊള്ളിക്കഴിയുമ്പോൾ ഒരു മാതിരി ഇറിറ്റേഷൻ വരത്തില്ലേ, അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ കയ്യിൽ വന്നു അവസാനം. സൂര്യൻ നേരെ മുഖത്തടിക്കുന്നു. സൺസെറ്റിൻ്റെ സമയമായി. അപ്പോൾ ഈ സമയത്ത് വല്ല ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഇരുട്ടാവും. സൺസെറ്റ് അവിടെ നിന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേറൊരു ദിവസം എന്തായാലും വേറൊരു ട്രിപ്പ് വരുമ്പോൾ അവിടെ തന്നെ ബുക്ക് ചെയ്ത് ആ ഒരു പ്ലാൻ വെച്ച് തന്നെ ഒരു പ്രാവശ്യം വരണം. കാരണം കന്യാകുമാരി ദ ലാസ്റ്റ് ലാൻഡ് കണ്ടു. അപ്പോൾ ഇതും കാണും നമ്മൾ ഒരു നാൾ. ഇവിടെ കണ്ടാണെന്നാണല്ലോ കാണിച്ചത്. അതാണ്ട് ശരി. അപ്പോൾ നമുക്കെന്തെങ്കിലും കഴിക്കാം ഇവിടെ ഒന്ന്. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഞാൻ ആ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് കാണിക്കാം. എന്താ റൂട്ട്? അങ്ങനെ ഞാൻ ഒരു ഗ്രിൽ ചിക്കൻ ഹാഫ്
ഓർഡർ ചെയ്തിട്ടുണ്ട്. രണ്ട് ഹാഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ കഴിക്കാനും പിന്നെ ഒന്ന് ഞാൻ പാർസലും പറഞ്ഞിട്ടുണ്ട്, വൈകിട്ടത്തേക്കും കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹാഫ് ഗ്രിൽ ചിക്കൻ കിട്ടി. ഹാഫ് ഗ്രിൽ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ഗ്രിൽ ചിക്കൻ കിട്ടി. കുഴപ്പമില്ല. 2-3 ദിവസമായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ട് അങ്ങനെ നല്ലവണ്ണം കഴിച്ചിട്ടില്ല. ഇന്നാണ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നത്. കുഴപ്പമില്ല. കാരണം നമ്മൾ ആദ്യം തിരുവനന്തപുരം വെച്ച് ലുലു മാളിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ കന്യാകുമാരിയിൽ നിന്ന് വന്നപ്പോൾ ഫ്രൈഡ് റൈസ് പാർസൽ എടുക്കുമായിരുന്നു. പ്ലസ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. അതും ടയർഡ്നെസ് കാരണം അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇത് കുഴപ്പമില്ല. ഇപ്പോൾ ടയർഡ്നെസ് ഉണ്ട്, പക്ഷേ റൂമും നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. അവിടത്തേനെക്കാട്ടിലും ഇവിടുത്തെ ഈ റൂമും ഫുഡും ഇച്ചിരി കൂടെ ഇത് ചെയ്തു. ഒരു കംഫർട്ട്. ഇത് കുഴപ്പമില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കഴിച്ചു. വൈകിട്ടത്തേക്കുള്ള പാർസലും മേടിച്ച് നമുക്ക് ഇനി ഒന്ന് ചുമ്മാ കറങ്ങിയിട്ട് തിരിച്ച് റൂമിലോട്ട് പോവാം. അങ്ങനെ കഴിച്ചു. ഇനി നമുക്കൊന്ന് കറങ്ങാം ഇവിടെ. എന്നിട്ട് നമുക്ക് റൂമിൽ പോവാം. രാമേശ്വരം നിന്ന് ഇനിയും ഒരു 64 കിലോമീറ്ററും കൂടെ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് രാമേശ്വരം എത്തും. ബട്ട് അങ്ങനെ പോകാനുള്ളൊരു സിറ്റുവേഷനിലല്ല ഞാൻ. അങ്ങനെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ട്രൈ ചെയ്തേനെ. പക്ഷെ അങ്ങനെ പോകാനുള്ളൊരു സിറ്റുവേഷനിലും ബോഡിയും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ വേണ്ടെന്ന് വിചാരിച്ചേക്കുന്നത്. ഇവിടെ കൂടെ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് യൂട്ടേൺ എടുക്കാം. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കണ്ട്. ഫ്ലൈ ഓവർ ഉണ്ട്. ഇത് എങ്ങോട്ടുള്ള വഴിയാണ്? റെയിൽവേ സ്റ്റേഷൻ. ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴിയാണ്. നമുക്ക് യൂട്ടേൺ എടുക്കണമല്ലോ. ഫ്രണ്ടിൽ ചെന്നിട്ട് യൂട്ടേൺ എടുക്കണം. ഞാൻ നമ്മുടെ മാപ്പ് ആദ്യം ഹോട്ടലിലോട്ടുള്ള മാപ്പ് ഇടട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓഹോ, നമ്മൾ വഴി മാറിപ്പോയി. ഫ്രണ്ടിലോട്ട് വന്നു. ഇനി ഇവിടെ ഒന്ന് യൂട്ടേൺ എടുക്കണം. എവിടെന്നെങ്കിലും സൈഡിലൊരു അമ്പലം. ഇവിടെ ഇങ്ങനെ കുറേ അമ്പലങ്ങൾ ഞാൻ കണ്ടു. സൈഡിൽ ചെറിയ കുട്ടി കുറേ അമ്പലങ്ങൾ. എവിടുന്നോ വരുന്ന ഒരു ബസ്. നമുക്കിനി ഇവിടെ ഒന്ന് അപ്പുറത്തെ സൈഡിലോട്ട് അല്ലെങ്കിൽ അപ്പുറത്തെ റോഡിലോട്ട് പോകണം, അല്ലെങ്കിൽ യൂട്ടേൺ എടുക്കണം. വെയിറ്റ് ചെയ്യണ്ടേ പൊന്നേട്ടാ. ഇവിടുത്തെ ചേട്ടന്മാരെല്ലാം പ്രോ റൈഡേഴ്സാ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കുത്തിക്കയറ്റാം. നമുക്കിനിയും എങ്ങനെയെങ്കിലും ഇച്ചിരി ഫ്രണ്ടിലോട്ട് കയറിയിട്ട് യൂട്ടേൺ എടുക്കാൻ പറ്റും നോക്കട്ടെ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വണ്ടി തിരിക്കാം. അതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് വണ്ടി തിരിക്കാം. യെസ്, ആരുമില്ലാത്തൊരു ഗ്യാപ്പ് കിട്ടി. വണ്ടി തിരിച്ചു. സൈഡിലും കുട്ടി കടകളൊക്കെ ഉണ്ട്. ഏതാണ്ട് പൂക്കട. ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണെന്ന് തോന്നുന്നത്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് പ്രൈവറ്റ്. നമ്മുടെ അവിടെ പ്രൈവറ്റും KSRTC രണ്ട് സ്റ്റോപ്പല്ലേ? തിരുവല്ലയിലൊക്കെ 2 എണ്ണം ഉണ്ട്. ഒന്ന് പ്രൈവറ്റിന് വേണ്ടിയുള്ളതും ഒന്ന് KSRTCക്ക് വേണ്ടിയുള്ളതും. ഇവിടെ ഒരുമിച്ചാണോ അതോ അത് മൊത്തം പ്രൈവറ്റാണെന്ന് തോന്നുന്നു. അറിഞ്ഞൂടെ എനിക്ക് കറക്റ്റായിട്ട്. ഫ്ലൈ ഓവർ ഉണ്ട്. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇവിടെ നിന്ന് ഇനി എത്ര മിനിറ്റും കൂടെ 3 മിനിറ്റും കൂടെ ഉണ്ട് നമ്മുടെ
ഇവിടത്തെ ഹോട്ടലിലെത്തി ഒന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങണം. 777 ആ വണ്ടിയിലത്തെ നമ്പർ 777 ടൗണിൽ കൂടെ നടക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നു കഴിഞ്ഞാൽ വണ്ടി ഞാൻ എവിടെ വെക്കും? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒന്നാമത് എൻ്റെ കാലും പോയി കിടക്കുക. ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് ഒരു ടേൺ ഉള്ളത്. ഇവിടുന്നാണോ ടേണ്? ഇവിടുന്ന് ഒരു ടേൺ ഉണ്ടല്ലോ. അതാണ്ട് ഈ ടേണാണ്. ഇനി ഇത് തിരിക്കാൻ പെടുന്ന പാട്. നമുക്കിവിടെ ഒന്ന് റൂമിൽ പോകണം. അയ്യോ, ഇവിടെ മൊത്തം ആൾക്കാരാണല്ലോ. എവിടെയാണെന്നല്ലോ. അതാണ്ട് ഫ്രണ്ടിൽ ഒരു പ്രാവശ്യം വന്നതാ, പിന്നെ എന്നാലും മറന്നു പോകും. ഇവിടെ ബിൽഡിങ്ങുകൾ കാണാൻ മിക്കതും ഈ അടുപ്പിച്ചായതുകൊണ്ട് ഇവിടെ കുറേ സലൂൺസ് ഉണ്ട് കേട്ടോ. റൂം പിന്നെ അടുപ്പിച്ച് കുറേ ബിൽഡിങ്ങുകളുണ്ടോണ്ട് കറക്റ്റായിട്ട് പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോകും. കുറേ സലൂണുകളുണ്ടല്ലോ ഇവിടെ. ഞാനിങ്ങോട്ട് വന്നപ്പോൾ തന്നെ 3 സലൂൺ കണ്ടു ഈ ഒരു ചെറിയ സ്ഥലത്ത്. അമ്മ പണി നടക്കുന്നതുകൊണ്ട് റോഡ് നല്ല കണ്ടീഷനിലായിരിക്കുന്നത്. എത്തി. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് വണ്ടി ഞാൻ മരത്തിൻ്റെ അടിയിൽ പാർക്ക് ചെയ്തു, തെങ്ങിൻ്റെ അടിയിൽ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. ഇനി റൂമിൽ കയറാം. അപ്പോൾ ഇന്നത്തെ ജേർണി ഭയങ്കര ടയേർഡായിപ്പോയി. ഞാൻ കുറേ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഇന്നത്തെ ജേർണി ശരിക്കും ഭയങ്കര ടയേർഡായിപ്പോയി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും പോയാൻ. അയ്യോ 3ാമത്തെ ഫ്ലോറാ. കമോൺ. യെസ്, 3ാമത്തെ ഫ്ലോർ എത്തി. ഇനി നമുക്ക് റൂമിലോട്ട് പോവാം. റൂമിൽ പോയിട്ട് ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ തിരിച്ച് റൂമിലെത്തി. ഇനിയും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. എനിക്ക് ശരിക്കും നല്ലവണ്ണം കിടക്കണമെന്ന്. ഒന്ന് കുറച്ച് നേരം കിടന്ന് നാളെ രാവിലെ നമുക്ക് തഞ്ചാവൂർ പോവാം. തഞ്ചാവൂർ കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങ് പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പോണ്ടിച്ചേരി, പിന്നെ വെല്ലൂർ, പിന്നെ നമുക്ക് ചെന്നൈയിൽ ഒരു ദിവസം പോവാം. പിന്നെ നമുക്ക് ബാംഗ്ലൂരിൽ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്കറിയാം അത്രയും ഞാൻ കാണിച്ചിട്ടില്ല. മൊത്തം ബൈക്ക് റൈഡും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എന്തെങ്കിലും കാണിക്കാൻ. അങ്ങനെ ഒന്നും ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കാണിക്കാനൊന്നും ഇല്ലായിരുന്നു. ശരി, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി പറയുക. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.